കുംഭമേളയെക്കുറിച്ചുള്ള ഒരുപാട് വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ രാജ്യത്ത് അതിനുവേണ്ടി ഒരുക്കിയിരിക്കുന്നത് വിപുലമായ സംവിധാനങ്ങളാണ്. കുംഭമേളകളുടെ ഒരു രീതി ഇങ്ങനെയാണ്: 3 വർഷത്തിലൊരിക്കൽ കുംഭമേള, 6 വർഷം പൂർത്തിയാകുമ്പോൾ അർദ്ധ കുംഭമേള, 12 വർഷം കാത്തിരുന്നാൽ പൂർണ്ണ കുംഭമേള. ഓരോ കുംഭമേളകളിലും വിശേഷപ്പെട്ട ദിവസങ്ങളാണ് മൗന്യ അമാവാസ്യ, വസന്ത് പഞ്ചമി, രാം നവമി, ചൈത്ര പൗർണമി എന്നിവയൊക്കെ. ഈ ദിവസങ്ങളിലാണ് കൂടുതൽ അഘോരികൾ ഗംഗയിൽ പുണ്യ സ്നാനത്തിന് എത്തുന്നത്. ശിവരാത്രി ദിവസം ഗംഗയിൽ മുങ്ങി നിവരുന്നത് ഷാഹി സ്നാനം എന്നാണ് അറിയപ്പെടുന്നത്. ഷാഹി സ്നാനം ചെയ്യുന്നവരുടെ ജന്മപാപം പൂർണ്ണമായും ഒഴിയുമെന്നാണ് അഘോരികളുടെ വിശ്വാസം. അങ്ങനെ ജന്മപാപം ഒഴിയാനെത്തുന്നവരുടെ മഹാമേളയാണ് കുംഭമേള. അതെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് കുംഭമേള തന്നെ. ഗുരു അഥവാ വ്യാഴം ഒരു വട്ടം സൂര്യനെ പ്രദക്ഷിണം ചെയ്യാൻ എടുക്കുന്ന സമയമാണ് 12 വർഷം. അതിനെയാണ് ഒരു വ്യാഴവട്ടം എന്ന് പറയുന്നത്. ജനുവരി 13 മുതൽ ഫെബ്രുവരി 26 വരെയാണ് 2025 കുംഭമേള നടക്കുന്നത്. മകര സംക്രാന്തി മുതൽ ശിവരാത്രി വരെ. അതായത് ഈ വരുന്ന മകര സംക്രാന്തി പുതിയൊരു വ്യാഴവട്ടത്തിന്റെ തുടക്കമാണ്. 144 വർഷം കൂടുമ്പോൾ നടക്കുന്ന കുംഭമേളയാണ് സത്യത്തിൽ അതിവിശേഷമായിട്ട് പറയുക. അതായത് മുമ്പ് എന്ന് പറഞ്ഞാൽ 1936 ഈ മഹാകുംഭമേള നടന്നത്. അന്നു ജനിച്ച ഒരാൾ പോലും ഇന്ന് നമ്മുടെ അറിവിൽ ജീവിച്ചിരിപ്പുണ്ടാവില്ല എന്നുറപ്പ്. കലിയുഗത്തിൽ 120 വർഷമാണ് മനുഷ്യായുസ് എന്നാണ് പറയുന്നതെങ്കിലും അത്രയും കാലം ആരും ജീവിച്ചിരിക്കാറില്ല തന്നെ. 2080 നടക്കുന്ന മഹാകുംഭമേളയിലും നമുക്ക് പങ്കെടുക്കാനാവില്ല എന്ന് നിശ്ചയം. അതിനാൽ നമുക്ക് പങ്കെടുക്കാവുന്നതിൽ ഏറ്റവും വലിയ കുംഭമേള ഈ പൂർണ്ണ കുംഭമേള തന്നെ. ഏകദേശം 45 കോടി ജനങ്ങളാണ് 1.5 മാസം നീണ്ടു നിൽക്കുന്ന ഈ കുംഭമേളയിൽ പങ്കെടുക്കുന്നത്. മനുഷ്യരാശിയുടെ വിവരിക്കാനാകാത്ത പൈതൃകം എന്നാണ് യുനെസ്കോ കുംഭമേളയെ വിശേഷിപ്പിച്ചത്. ആൾക്കൂട്ടത്തിന്റെ ആഘോഷമാണിത്. നിങ്ങൾക്കിവിടെ അഘോരികളെ കാണാം, നാഗസന്യാസിമാരെ കാണാം, ഭാങ് ചവച്ച് നടക്കുന്ന നഗ്ന സന്യാസിമാരെ കാണാം, അഖാഡകളിൽ യോഗ ചെയ്യുന്നവരെ കാണാം, ഇന്ത്യൻ ആത്മീയതയെ പഠിക്കാനെത്തിയ വിദേശികളെ കാണാം, ഹിന്ദിയും സംസ്കൃതവും ബംഗാളിയും ഗുജറാത്തിയും മറാത്തയും തെലുങ്കും കന്നഡയും ഉൾപ്പെടെ എല്ലാ ഭാഷകളും സംസാരിക്കുന്നവരെ കാണാം. ഇന്ത്യയുടെ ആത്മാവ് അറിയണമെങ്കിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും കുംഭമേള കണ്ടിരിക്കണമെന്നാണ് ഖുഷ്വന്ത് സിംഗ് എഴുതിയത്. അങ്ങനെ എഴുതിയത് വെറുതെയല്ല. ഇത്രമേൽ ഭാരതത്തിന്റെ വിവിധ പ്രദേശങ്ങളുടെ പ്രാതിനിധ്യമുള്ള മറ്റൊരു മനുഷ്യ സംഗമമില്ല. നൂറ്റാണ്ടുകളായി ഭാരതത്തിന്റെ കുംഭമേള നടക്കുന്നുണ്ട്. വാർത്താവിനിമയ സംവിധാനങ്ങളില്ലാത്ത പഴയ കാലത്ത് ജ്യോതിശാസ്ത്രത്തെ ആസ്പദമാക്കി ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ നോക്കിയാണ് ഇത് അക്കാലത്ത് തീർത്ഥാടകർ അറിഞ്ഞിരുന്നത്. സാമ്രാജ്യങ്ങളുടെ ഉയർച്ച താഴ്ചകൾക്കിടയിലും കുംഭമേള സുഗമമായി നടന്നു. ശാക്യന്മാരും മൗര്യന്മാരും ഗുപ്തന്മാരും മറാഠകളുമെല്ലാം നാടുവാണ് മറഞ്ഞു. തുടർന്ന് അധിനിവേശ ശക്തികളായി ഡൽഹി സുൽത്താൻമാരും മുഗൾ രാജവംശവും എത്തി. ഡച്ച്, പോർച്ചുഗീസ്, ഇംഗ്ലീഷ് ആധിപത്യങ്ങളും വന്നു. ഇക്കാലം എല്ലാം കുംഭമേള ഒരു മഹാപ്രവാഹമായി തുടർന്നു. പല കാലങ്ങളിൽ വിവിധ ഹിന്ദു ആചാര്യന്മാർ പല സംഘങ്ങളെ നയിച്ചു. അഖാഡകൾ അതിൽ വലിയ പങ്ക് വഹിച്ചു. പാലാഴി മദനത്തിന്റെ പുരാണകഥയുമായി ബന്ധപ്പെട്ടതാണ് കുംഭമേളയുടെ ഐതിഹ്യം. എക്കാലത്തും ഏറ്റുമുട്ടിക്കൊണ്ടിരുന്ന ദേവാസുരന്മാർ അമരത്വം നേടാൻ മോഹവുമായി ഒത്തുചേർന്നു. മരണത്തെ ജയിക്കാനുള്ള അമൃത് നേടുന്നതിനായി പാലാഴി കടഞ്ഞു. ഒടുവിൽ ലഭിച്ച അമൃതകുംഭം കൈക്കലാക്കാനായി തർക്കമായി, യുദ്ധമായി. 12 ദിവസം അത് തുടർന്നു. അതിനിടെ കുംഭത്തിനുള്ളിൽ നിന്ന് 4 തുള്ളികൾ ഭൂമിയിൽ പതിച്ചു. പ്രയാഗ്രാജ്, ഹരിദ്വാർ, നാസിക്, ഉജ്ജയിനി എന്നിവിടങ്ങളായിരുന്നു ഈ സ്ഥലങ്ങൾ. ഈ സങ്കല്പത്തിലാണ് ഈ സ്ഥലങ്ങളിൽ കുംഭമേള നടക്കുന്നത്. ഇവിടെ കുംഭമേള കാലത്ത് സ്നാനം ചെയ്യുമ്പോൾ അമൃത് ഉള്ളിലെത്തുമെന്നാണ് സങ്കല്പം. ഇതിനെല്ലാം പുറമെ നിരവധി പ്രാദേശിക ഐതിഹ്യങ്ങളും കുംഭമേളയുടെ ഭാഗമായി. ഇങ്ങനെയൊക്കെ ആണെങ്കിലും കുംഭമേളയുടെ വന്യമായ സൗന്ദര്യം എന്ന് പറയുന്നത് അവിടെ സ്നാനത്തിനെത്തുന്ന അഘോരികൾ തന്നെയാണ്. ഒരുപക്ഷെ അഘോരികളും നാഗസന്യാസിമാരും ഒക്കെ തന്നെയായിരിക്കും. വിദേശികൾ ഉൾപ്പെടെയുള്ളവർ എത്തുന്നതും ഹിമാലയത്തിൽ നിന്ന് വരുന്ന കുംഭമേള കാലത്ത് മാത്രം പുറത്തിറങ്ങുന്നുവെന്ന് പറയുന്ന ഈ സന്യാസിമാരെ കാണാനാണ് അവരൊക്കെയും എത്തുന്നത്. ഇവരിൽ ഭാങ്കും കഞ്ചാവും പുകയ്ക്കുന്നവർ ഉണ്ടാകും. ഭസ്മം കൊണ്ട് മാത്രം നഗ്നത മറക്കുന്നവരുണ്ടാകും.
തലയോട്ടി കഴുത്തിലണിഞ്ഞ ഒറ്റ നോട്ടത്തിൽ പേടിപ്പെടുത്തുന്നവർ ഉണ്ടാകും. അഘോരികളുടേത് വളരെ പഴക്കമുള്ള ശൈവ സമ്പ്രദായ ശാഖയാണ്. യാഥാസ്ഥിതിക സനാതന രീതികളിൽ നിന്നും ഇക്കൂട്ടർ വളരെ വ്യത്യസ്തമാണ്. ഹരിദ്വാർ, ഋഷികേശ്, കാശി തുടങ്ങിയിടങ്ങളിലും ഹിമാലയ മലനിരകളിലും കാണാനാവുന്ന ഒരു സന്യാസി സമൂഹമാണ് ഇവർ. നാഗസന്യാസികൾക്കൊപ്പം ചേർന്ന് ഹിമാലയത്തിന്റെ അതിർത്തി ശത്രുക്കളിൽ നിന്ന് കാത്ത ഫൈറ്റർ ഗ്രൂപ്പായും ഇവർ വിലയിരുത്തപ്പെടുന്നുണ്ട്. ഈ സന്യാസി സമ്പ്രദായത്തിന് 5000-ലേറെ വർഷം പഴക്കമുണ്ട്. മറ്റ് സന്യാസ സമ്പ്രദായങ്ങളെ അപേക്ഷിച്ച് ഈ മാർഗം വളരെ വ്യത്യസ്തത പുലർത്തുന്ന ഒന്നാണെന്ന് പ്രത്യേകം പറയേണ്ടി തന്നെ വരും. സാധാരണ മനുഷ്യന് അറപ്പും വെറുപ്പും ഉണ്ടാക്കുന്ന എന്തിനോടും ഇടപഴകുന്നവരാണിവർ. ശവത്തിൽ പോലും ഉപാസന നടത്തുന്ന, ചുടല ഭസ്മം പൂശി ജീവിക്കുന്നവർ, എരിയുന്ന തീയിൽ കൂടി നടക്കുക, ആളിക്കത്തുന്ന അഗ്നിയിൽ കിടക്കുക, ത്രിശൂലത്താൽ ആഞ്ഞുകുത്തിയാലും രക്തം വരാതിരിക്കുക തുടങ്ങിയ വിദ്യകൾ അഘോരികൾക്ക് അറിയാമെന്നാണ് പ്രചാരണം. പക്ഷേ ഇതൊക്കെ വെറും കഥകൾ മാത്രമാണ്. അഘോരികൾ ഭാവി പ്രവചിക്കാറും ആരെയും അനുഗ്രഹിക്കാറുമില്ലെന്നത് ശ്രദ്ധേയമാണ്. പക്ഷേ ആ സന്യാസികളുടെ പേരിലും വലിയ തട്ടിപ്പ് നടക്കുന്നുണ്ടെന്നാണ് ഇതുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. കുംഭമേളയിൽ വന്ന പണം കൊടുത്ത് അനുഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗം സന്യാസിമാരും തട്ടിപ്പുകാരാണെന്ന് സൗമിത്രി ചാറ്റർജി പോലുള്ളവർ ഇത് സംബന്ധിച്ച പഠിച്ച എഴുത്തുകാർ വ്യക്തമാക്കിയിട്ടുണ്ട്. യഥാർത്ഥ അഘോരികൾ ഇങ്ങനെ അനുഗ്രഹം കൊടുക്കാറില്ല. അതുപോലെ അഘോരികൾ ശവം തിന്നുമെന്നതും വെറും കെട്ടുകഥയാണെന്നാണ് ഇതു സംബന്ധിച്ച് ആഴത്തിൽ പഠിച്ചവർ പറയുന്നത്. മുൻകാലത്ത് ശവസംസ്കാരത്തിന്റെ സമയത്ത് ഗംഗയിൽ തണ്ണിമത്തൻ അടക്കമുള്ള വിവിധ ഭക്ഷ്യവസ്തുക്കൾ വെച്ച് മൃതദേഹം ഒഴുക്കിവിടുന്ന പതിവുണ്ടായിരുന്നുവെന്നും അത് തിന്നുന്നതാണ് ശവം ഭക്ഷിക്കുന്നതായി ചിത്രീകരിക്കപ്പെട്ടത് എന്നും ചില പഠനങ്ങളിൽ പറയുന്നു. അതുപോലെ ഗംഗാ നദിയെ വലിയ തോതിൽ മലിനപ്പെടുത്തുകയാണ് കുംഭമേളയിലൂടെ ചെയ്യുന്നത് എന്നും വിമർശനമുണ്ട്. ശവങ്ങൾ ഒഴുക്കിയും മാലിന്യങ്ങൾ നിക്ഷേപിച്ചും ഫാക്ടറികളിൽ നിന്നുമുള്ള മലിനീകരണവും മൂലം ഗംഗ നേരത്തെ മലിനമായിരുന്നു. എന്നാൽ മോദി സർക്കാർ അധികാരത്തിലേറിയപ്പോൾ നടപ്പാക്കിയ ഗംഗ ആക്ഷൻ പ്ലാൻ മൂലം കുറേയധികം ശുദ്ധീകരിക്കാനായിട്ടുണ്ട്. മഹാകുംഭമേളയ്ക്ക് മുന്നോടിയായി 5500 കോടി രൂപയുടെ വികസനമാണ് പ്രയാഗ്രാജിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നേതൃത്വത്തിൽ നടത്തിയത്. ഇതിന് പുറമെ 2100 കോടി രൂപയുടെ പ്രത്യേക ഗ്രാന്റിന് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. ചുരുക്കി പറഞ്ഞാൽ മൊത്തം 10000-ഓളം കോടി രൂപ രാജ്യം ഇവിടെ ചെലവിടുന്നുവെന്ന് ചുരുക്കം. പക്ഷേ ഇതിന്റെ എത്രയോ ഇരട്ടിയാണ് തിരിച്ചു കിട്ടുന്നത് എന്നതോർക്കണം. 45 കോടി ജനങ്ങൾ മിനിമം 1000 രൂപ വെച്ച് ഇവിടെ ചെലവിട്ടാൽ കിട്ടുന്ന വരുമാനം ഓർക്കുക. പിന്നെ ആയിരക്കണക്കിന് വിദേശ ടൂറിസ്റ്റുകളും ഇവിടെ എത്തുന്നു. ഇതൊക്കെയാണ് മഹാകുംഭമേള. അടുത്ത വീഡിയോയിൽ കൂടുതൽ വിവരങ്ങളുമായി കാണാം.